അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ അൾജീരിയയിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ പണ്ഡിതനാണ്, ജസാഇറിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ബഷീർ അൽ ഇബ്രാഹിമി റഹിമഹുല്ലാ. അദ്ദേഹം ഹിജ്റ 1385 വഫാത്താകുന്നത്. അദ്ദേഹം പറയാണ്, അധ്യാപകർക്കുള്ള ഒരു വലിയ ഉപദേശമാണ് അദ്ദേഹം ഇവിടെ നൽകുന്നത്. അദ്ദേഹം പറയാണ്, ഇന്നൽ മുഅല്ലിമ ലാ യസ്തതീഉ അൻ യുറബ്ബിയ തലാമീദഹു അലൽ ഫദാഇൽ ഇല്ലാ ഇദാ കാന ഹുവ ഫാദില. തീർച്ചയായും ഒരു അധ്യാപകൻ അയാൾക്ക് തൻ്റെ വിദ്യാർത്ഥികളെ ശ്രേഷ്ഠതയുള്ള മഹത്തരമായ സ്വഭാവ ഗുണങ്ങളിലൂടെ അവരെ വളർത്താൻ സാധിക്കുകയില്ല. ധാർമ്മികതയിലൂടെ, നല്ല സ്വഭാവ ഗുണങ്ങളിലൂടെ, മഹത്തരമായ ശ്രേഷ്ഠകരമായ കാര്യങ്ങളിലൂടെ തൻ്റെ വിദ്യാർത്ഥികളെ അയാൾക്ക് തർബിയത്ത് നടത്താൻ, വളർത്തിക്കൊണ്ടുവരാൻ അയാൾക്ക് സാധിക്കുകയില്ല. ഇല്ലാ ഇദാ കാന ഹുവ ഫാദിലൻ, അയാൾ ഈ ശ്രേഷ്ഠതയുള്ള മഹത്തരമായ ഗുണങ്ങളുള്ള ധാർമ്മികത പാലിക്കുന്ന ഒരാളാണെങ്കിലല്ലാതെ അയാൾക്കത് സാധിക്കില്ല. അയാൾ ധർമ്മനിഷ്ഠ പാലിച്ച് ധാർമ്മികമായി ഏറ്റവും നല്ല നിലവാരത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലാണ് തൻ്റെ വിദ്യാർത്ഥികളെയും ആ നിലവാരത്തിൽ അയാൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, വലാ യസ്തതീഉ ഇസ്ലാഹഹും ഇല്ലാ ഇദാ കാന ഹുവ സാലിഹ. അവന് തൻ്റെ വിദ്യാർത്ഥികളെ നന്നാക്കിയെടുക്കാൻ സാധിക്കുകയില്ല അവൻ നന്നായിട്ടല്ലാതെ. അവനൊരു നല്ല സാലിഹായ അധ്യാപകനാണെങ്കിൽ മാത്രമേ തൻ്റെ വിദ്യാർത്ഥികളെ ഇസ്ലാഹ് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അധ്യാപകൻ സാലിഹ് അല്ലെങ്കിൽ അവൻ്റെ വിദ്യാർത്ഥികൾ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാനുള്ള കാരണം, ലിഅന്നഹും യഖുദൂന മിൻഹു ബിൽ ഖുദ്വ അക്സറ മിമ്മ യഖുദൂന മിൻഹു ബിത്തൽഖീൻ. കാരണം വിദ്യാർത്ഥികൾ അധ്യാപകനിൽ നിന്ന് മാതൃകയിലൂടെയാണ് കാര്യങ്ങൾ സ്വീകരിക്കുന്നത്, പഠിക്കുന്നത്. അവർ ചൊല്ലിത്തരുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ, അതിൽ നിന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ പഠിക്കുന്നത് അധ്യാപകൻ എത്രത്തോളം അവർക്ക് മാതൃകയാണോ അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ ആ ഒരു ഖുദ്വത്ത്, അധ്യാപകൻ ഒരു മോഡലാണ് എങ്കിൽ, അവർക്കൊരു മാതൃകയാണ് എങ്കിൽ, അവർ ആ അധ്യാപകൻ്റെ ജീവിതത്തിൽ നിന്ന് അവർ ഇത് പഠിക്കും. അല്ലാതെ അധ്യാപകൻ ചൊല്ലിത്തരുന്നതും അധ്യാപകൻ പഠിപ്പിക്കുന്നതുമായ കാര്യത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ പഠിക്കുക അധ്യാപകൻ്റെ ജീവിതത്തിൽ നിന്നാണ്. അധ്യാപകൻ ഒരു മാതൃകയാണോ, അധ്യാപകൻ സ്വാലിഹാണോ, അധ്യാപകൻ ഈ പറയുന്ന ധാർമ്മികത പാലിച്ച് ജീവിക്കുന്ന, നല്ല മഹത്തരമായ ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ആളാണോ, അതിൽ അദ്ദേഹം ഒരു മാതൃകയാണെങ്കിൽ അത് കുട്ടികൾ പഠിക്കും. എന്തിനേക്കാൾ? അയാൾ ചൊല്ലിത്തൊന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ, പഠിപ്പിച്ചു തരുന്നതിനേക്കാൾ അവർക്ക് കൂടുതൽ അവർ പഠിക്കുക, സ്വീകരിക്കുക അയാളിൽ നിന്ന്, അയാളുടെ ജീവിതത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർ തൻ്റെ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ അവരെ തർബിയത്ത് ചെയ്ത് അവരെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അധ്യാപകർ ആദ്യം നന്നാകണം. അവർ ഏറ്റവും നല്ല രൂപത്തിൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകണം എന്നാണ് മുഹമ്മദ് ബിൻ ബഷീർ അൽ ഇബ്രാഹിമി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അധ്യാപകരായിട്ടുള്ള ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു വളരെ വിലപ്പെട്ട ഉപദേശമാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത്. അള്ളാഹു തആല അധ്യാപനം നടത്തുന്ന ആളുകൾക്ക്, തൻ്റെ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകുന്ന നല്ല അധ്യാപകരാകാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.